ചെമ്പനീർ പൂവിൻ്റെ ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് നാളുകൾ കഴിഞ്ഞ് ശ്രീകാന്തും വർഷയും ഒളിച്ചോടി പോയി വിവാഹം ചെയ്യുന്നുണ്ട്. പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയപ്പോൾ ചന്ദ്രമതി തന്നെ അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. വീട്ടിലാണെങ്കിൽ മറ്റു മുറികൾ ഒന്നുമില്ലാത്തത് കൊണ്ട് തന്നെ സച്ചിയുടെ മുറി ചന്ദ്ര ശ്രീകാന്തിന് കൊടുക്കുകയാണ്. രാത്രിയാകുമ്പോൾ രേവതി ഹാളിലും സച്ചി ടെറസിലും കിടക്കുകയാണ് കേട്ടോ. സച്ചിക്കാണെങ്കിൽ ടെറസിൽ കിടന്നിട്ട് ഉറക്കം വരാത്തത് കൊണ്ട് തന്നെ ഉറങ്ങിക്കിടക്കുന്ന രേവതിയെ വിളിച്ചുണർത്താണ്. തുടർന്ന് രേവതി എഴുന്നേൽക്കുക, എനിക്ക് ഉറക്കം വരുന്നില്ല, ബോറടിക്കുന്നു, നമുക്ക് മുകളിൽ പോയി സംസാരിക്കാമെന്ന് സച്ചി പറയുമ്പോൾ 12 മണി കഴിഞ്ഞു, ഇനി എന്ത് സംസാരിക്കാനാ, അച്ഛനോ അമ്മയോ കണ്ടാൽ നമ്മളെ തെറ്റിദ്ധരിക്കും, നിങ്ങൾ ഇവിടെ നിന്ന് പോന്ന് പറഞ്ഞുകൊണ്ട് രേവതി സച്ചിയെ പറഞ്ഞയക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ഇതിലെന്താ ഇത്ര തെറ്റിദ്ധരിക്കാൻ, എനിക്ക് സംസാരിക്കാൻ നീ മാത്രമല്ലേ ഉള്ളൂ, നീ വാ രേവതി എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി രേവതി നിർബന്ധിച്ച് ടെറസിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ്. പിന്നീട് ടെറസിൽ പായ വിരിച്ച് രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം മഴ വന്നാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് രേവതി ചോദിക്കുമ്പോൾ എന്ത് ചെയ്യാനാ, നമ്മുടെ റൂമിൽ കിടന്നിറങ്ങുന്ന വർഷയെയും ശ്രീകാന്തും ഇല്ലേ, അവരെ അടിച്ചു പുറത്താക്കാം, എന്നിട്ട് നമ്മൾ റൂമിൽ പോയി കിടക്കാം എന്ന് സച്ചി പറയുമ്പോൾ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് രേവതി അവിടെ കിടക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. തുടർന്ന് സച്ചി വന്ന് രേവതിയുടെ മുഖത്ത് തൊടുന്നതും രേവതി ഞെട്ടി എഴുന്നേൽക്കുന്നുണ്ട്. അതൊരു കൊതുകിനെ ഓടിച്ചതാണെന്ന് സച്ചി പറയുമ്പോൾ കാലത്ത് മുതൽ വീട്ടുജോലിയൊക്കെ ചെയ്തതുകൊണ്ട് ഞാൻ ആകെ ക്ഷീണിച്ചിരിക്കുകയാണ്, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് എന്ന് രേവതി പറയുമ്പോൾ നിന്നോടാരാ രേവതി ഈ പണിയൊക്കെ ചെയ്യാൻ പറഞ്ഞത്, വീട്ടിൽ 2 പെണ്ണുങ്ങൾ വേറെയുണ്ടല്ലോ, അവരെ കൊണ്ട് ജോലി ചെയ്യിക്കുക എന്ന് തിരിച്ചു പറയുന്നുണ്ട് കേട്ടോ സച്ചി രേവതിയോടായിട്ട്. അതെ അവർ ജോലി ചെയ്തു തന്നെ, എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഞാൻ കിടക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് രേവതി ആ പായൽ കിടക്കുമ്പോൾ സച്ചി രേവതിയുടെ അടുത്തേക്ക് വന്ന് നോക്ക് രേവതി, ഇനി മുതൽ എല്ലാ ജോലിയും നീ ചെയ്യണ്ട, മിണ്ടാതിരുന്നാൽ എല്ലാ ജോലിയും നീ ഒറ്റയ്ക്ക് തന്നെ ചെയ്യേണ്ടി വരും, അച്ഛന് വേണ്ടി മാത്രം നീ ജോലി ചെയ്തോ, പക്ഷേ അമ്മയ്ക്ക് വേണ്ടി നീ ഒരു പണിയും എടുക്കരുത്, ഒരു കറി പോലും നീ ഒറ്റയ്ക്ക് ഉണ്ടാക്കരുത്, മറ്റ് 2 മരുമക്കളെ കൂടി വിളിച്ച് പച്ചക്കറി അരിയാനും പാത്രങ്ങൾ കഴുകാനും പറയണം, നീയാണ് ഈ വീട്ടിൽ ആദ്യം വന്ന മരുമകൾ, അതുകൊണ്ട് നിനക്കാണ് ഈ വീട്ടിൽ കൂടുതൽ അധികാരം എന്നൊക്കെ സച്ചി പറയുന്നത് കേട്ട് പെട്ടെന്ന് ഉറങ്ങിപ്പോവാണ് കേട്ടോ രേവതി ചെയ്യുന്നത്. സച്ചിയാണെങ്കിൽ ഒരു പുതപ്പെടുത്ത് രേവതിക്ക് പൊതിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. പിറ്റേ ദിവസം രേവതി രാവിലെ തന്നെ എഴുന്നേറ്റ് അടുക്കളയിൽ കയറി ജോലിയൊക്കെ ചെയ്യാണ്. രേവതി കോഫി റെഡിയായോ എന്ന് ചോദിച്ചുകൊണ്ട് ചന്ദ്രമതി വരുമ്പോൾ ഇപ്പം തരാം അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് കോഫി കപ്പിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ രേവതി. ഒരു കോഫി ഉണ്ടാക്കാൻ ഇത്രയും സമയമോ, പുതിയൊരു മരുമകൾ കൂടി ഈ വീട്ടിലുണ്ട്, വലിയ വീട്ടിലെ പെണ്ണാണ് അവൾ, നല്ല കോഫി തന്നെയല്ലേ നീ ഉണ്ടാക്കിയത്, അതോ നിൻ്റെ വീട്ടിൽ ഉണ്ടാക്കുന്നത് പോലെ വെള്ളം കൂടുതൽ ഒഴിച്ച് പഞ്ചസാര കുറച്ചിട്ടോ, നന്നായി പാല് ഒഴിച്ചിട്ടില്ലേ എന്നെല്ലാം ചന്ദ്ര ചോദിക്കുമ്പോൾ എല്ലാം നന്നായി ഇട്ടിട്ടുണ്ട് അമ്മേ, വേണമെങ്കിൽ അമ്മ കുടിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോന്ന് രേവതി പറയുമ്പോൾ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര ആ കോഫിയുമായിട്ട് പോകാൻ തുടങ്ങുമ്പോൾ അമ്മേ ഇത് ആർക്കായി കോഫി എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ രേവതി. ഇത് ശ്രീകാന്തിനും വർഷയ്ക്കും ഉള്ളതാണ് എന്ന് ചന്ദ്ര പറയുമ്പോൾ അല്ല അമ്മേ വർഷകാലത്ത് തന്നെ എന്ന് രേവതി പറയാൻ തുടങ്ങുന്നതും എന്താടി നീ പറഞ്ഞുകൊണ്ട് വരുന്നത്, നീ അവർക്ക് കോഫി കൊണ്ടുപോയി കൊടുക്കാമെന്നോ, അതൊന്നും വേണ്ട ഞാൻ തന്നെ കൊണ്ടുപോയി കൊടുത്തോളാം, നീ നിൻ്റെ പണി നോക്കുക എന്ന് പറഞ്ഞുകൊണ്ട് രേവതി പറയുന്നത് കേൾക്കാൻ നിൽക്കാതെ കോഫിയുമായിട്ട് പോവാണ് കേട്ടോ ചന്ദ്രമതി. ശേഷം കോഫിയുമായിട്ട് അവരുടെ മുറിയിലെത്തുന്ന ചന്ദ്ര ശ്രീകാന്ത് വർഷയുടെ സാരി മടക്കി വെക്കുന്നത് കാണുമ്പോൾ ആ കാഴ്ച കണ്ടിട്ട് എന്താടാ ഇത്, സാരിയൊക്കെ നീയാണോ മടക്കി വെക്കേണ്ടത്, അവൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അമ്മേ ഞാൻ ചുമ്മാ മടക്കി വെച്ചതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ ശ്രീകാന്ത്. നിൻ്റെ ഭാര്യയ്ക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ രേവതിയോട് പറ, അവൾ ചെയ്തോളും, ഇതാ കോഫി കുടിക്കുന്നു പറഞ്ഞുകൊണ്ട് കോഫി കൊടുക്കുന്നുണ്ട് കേട്ടോ ചന്ദ്ര ശ്രീകാന്തിന്. അല്ല വർഷ എവിടെ, അവൾക്ക് കോഫി കൊടുക്കണം, അവൾ കുളിക്കുകയാണോ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ അവൾ ഇവിടെ ഇല്ല അമ്മേ, ഡബ്ബിങ്ങിന് പോയി എന്ന് ശ്രീകാന്ത് പറയുമ്പോൾ ആകെ ഷോക്ക്ഡ് ആവുന്നുണ്ട് കേട്ടോ ചന്ദ്രമതി. ഇത്ര രാവിലെ എന്നോട് പോലും പറയാതെ അവൾ ജോലിക്ക് പോയെന്നോ, ഞാൻ അവളുടെ അമ്മായിയമ്മയല്ലേ, എന്നോട് പറയേണ്ട കടമ അവൾക്കില്ലേ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ ചന്ദ്രമതി. അമ്മ അവൾ എന്നോട് പോലും പറയാതെയാണ് പോയത്, ഇപ്പോഴാണ് ഞാനും അറിഞ്ഞതെന്ന് ശ്രീകാന്ത് പറയുമ്പോൾ ഇതൊക്കെ എവിടുത്തെ രീതിയാണ്, അവൾ വന്ന് കയറിയില്ല, അതിനു മുമ്പ് ഇതൊന്നും ഒട്ടും ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് കലിതുള്ളാണ് കേട്ടോ ചന്ദ്രമതി. വർഷയ്ക്ക് അർജൻറ്റ് ജോലി ഉണ്ടാവും അമ്മേ എന്ന് പറയുന്നുണ്ടെങ്കിലും ശ്രീകാന്ത് പറയുന്നുണ്ടെങ്കിലും എടാ എത്ര അർജൻറ്റ് ജോലി ആയാലും ശരി വീട്ടിൽ ഞാൻ ഒരുത്തിയുണ്ടല്ലോ, നിൻ്റെ ഏട്ടത്തി ശ്രുതി ബ്യൂട്ടി പാർലറിൽ പോകുന്നതിന് മുൻപ് എന്നോട് പറയാറുണ്ട്, ഈ രേവതി പോലും കടയിലേക്ക് പോകുമ്പോൾ എന്നോട് പറഞ്ഞിട്ടേ പോകാറുള്ളൂ, ഞാൻ ഉറങ്ങി എണീക്കുന്നത് വരെ അവൾ കാത്തു നിൽക്കണമായിരുന്നു, പുതുതായിട്ട് വന്ന് കയറിയ മരുമകൾ ചെയ്യേണ്ട പണിയാണോ ഇവളീ കാണിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ബഹളം വയ്ക്കുന്നുണ്ട് കേട്ടോ ചന്ദ്രമതി.
അവൾക്കൊരു മിസ്റ്റേക്ക് പറ്റിയതാ അമ്മേ, അമ്മ അവളോട് ക്ഷമിക്കുമെന്ന് പറഞ്ഞ് ശ്രീകാന്ത് വർഷയ്ക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട്. ഇതേ സമയം രവീന്ദ്രൻ വന്നിട്ട് ചന്ദ്രേ, 3 മക്കൾക്കും ഇപ്പോൾ ഒരു ജീവിതം ആയി കഴിഞ്ഞു, ഇനി എന്ത് ചെയ്യണം, എവിടെ പോകണം എന്നൊക്കെ മക്കൾ തീരുമാനിക്കട്ടെ, നമ്മളതൊക്കെ കണ്ടില്ല എന്ന് നടിക്കണം എന്നൊക്കെ രവീന്ദ്രൻ പറയുമ്പോൾ അമ്മായിയമ്മ എന്ന ബഹുമാനം അവൾ എനിക്ക് തരേണ്ടേ എന്ന് പറയുന്നുണ്ട് കേട്ടോ ചന്ദ്രമതി. ഇതേ സമയം ശ്രുതി വന്നിട്ട് ആ കോഫി എടുത്ത് കുടിക്കുകയാണ്. അപ്പോൾ വർഷയ്ക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കോഫിയാണെന്ന് ചന്ദ്ര പറയുമ്പോൾ സോറി ആൻറ്റി, ഞാൻ അറിയാതെ എടുത്തതാ എന്ന് പറഞ്ഞുകൊണ്ട് കോഫി അവിടെ തന്നെ വെക്കുന്നുണ്ട് കേട്ടോ ശ്രുതി. അത് വേണ്ട മോളെ, നീ അത് കുടിച്ചോ, ആ പെണ്ണ് എന്നോട് ഒരു വാക്ക് പോലും പറയാതെയാണ് ജോലിക്ക് പോയതെന്ന് ചന്ദ്ര പറയുമ്പോൾ ശ്രീകാന്ത് സംസാരിച്ചിരുന്നത് കേട്ടിരുന്നു അമ്മേ, വർഷ ആൻറ്റിയോട് പറയാതെ പോയത് ഒട്ടും ശരിയായില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ ശ്രുതിയും. ഇതേ സമയം രേവതി വന്നിട്ട് വർഷ പോയത് അമ്മയോട് അടുത്ത് പറയാതെയാണോ എന്ന് ചോദിക്കുമ്പോൾ ഇവളുമാർ രണ്ടുപേരും അവൾ എന്നെ ബഹുമാനിക്കുന്നില്ല എന്ന കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വില തന്നെയാണ് പോകുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ ചന്ദ്രമതി പറയുന്നുണ്ട്, ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, വർഷ ഇന്നലെ രാത്രി എന്നോട് പറഞ്ഞിരുന്നു ഐ ഗോ മോർണിംഗ് ഫാസ്റ്റ് എന്നൊക്കെ, അപ്പോൾ എനിക്ക് അതൊന്നും മനസ്സിലായില്ല എന്നൊക്കെ കള്ളം പറയുന്നുണ്ട് കേട്ടോ ചന്ദ്ര. നിനക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാമെന്നല്ലേ പറഞ്ഞത്, ഇപ്പോൾ എന്താ അത് മനസ്സിലാവാത്തതെന്ന് രവീന്ദ്രൻ ചോദിക്കുമ്പോൾ അത് സ്പീഡിൽ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായില്ല, വർഷ ഇന്നലെ രാത്രി തന്നെ എന്നോട് പറഞ്ഞിരുന്നു എന്ന് വീണ്ടും കള്ളം പറയുകയാണ് കേട്ടോ ചന്ദ്രമതി ചെയ്യുന്നത്. ഇത് കേട്ട് രേവതിയാണെങ്കിൽ ചിരിച്ചുകൊണ്ട്, അമ്മേ, വർഷ ഇന്നലെ രാത്രി തന്നെ എന്നോട് പറഞ്ഞിട്ടാണ് ജോലിക്ക് പോയത്, അമ്മയോട് ഞാൻ പോകുന്ന കാര്യം പറഞ്ഞിട്ടില്ല, ഞാൻ പോയിന്ന് ഏട്ടത്ത് തന്നെ പറഞ്ഞാൽ മതി എന്ന് വർഷ എന്നെ പറഞ്ഞു ഏൽപ്പിച്ചിരുന്നു, ഞാനത് പറയാൻ വന്നപ്പോഴാണ് അമ്മ കോഫി എടുത്തുകൊണ്ട് പോയത് എന്ന് പറയുന്നത് കേട്ട് ചമ്മി പോവാണ് കേട്ടോ ചന്ദ്രമതി കള്ളം പറഞ്ഞതാണെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഒട്ടും പിടികൊടുക്കാതെ തന്നെ ചന്ദ്രമതി വീണ്ടും പറയുന്നുണ്ട്, അവൾ എന്നോട് ഇന്നലെ രാത്രി പറഞ്ഞതാണ്, നിങ്ങൾ നിങ്ങളുടെ പണി നോക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അവിടെ നിന്നും ഓടിപ്പോവാണ് കേട്ടോ. അത് കണ്ട് ശ്രുതി പൊട്ടിച്ചിരിക്കുന്നുണ്ട്. ആൻറ്റിയെ കണ്ടില്ലേ, ആ വർഷ ആൻറ്റിക്ക് ഒരു വിലയും ഇല്ലാതാക്കി, ഇനി ഈ വീട്ടിൽ എന്തൊക്കെയാണാവോ നടക്കാൻ പോകുന്നതെന്നൊക്കെ ശ്രുതിയോടായിട്ട് പറയുന്നുണ്ട് കേട്ടോ ശ്രുതി. അങ്ങനെ ചെമ്പനീർ പൂവിൻ്റെ വളരെ രസകരമായിട്ടുള്ള എപ്പിസോഡുകൾ തന്നെയാണ് വരാനായിട്ട് പോകുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്